ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹിറ്റ്മാൻ എന്നൊരു മൂവി 2023 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഒരു മൂവിയാണ് ഹിറ്റ്മാൻ. ഈ മൂവിയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു കോമഡി ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. രസകരമായിട്ടൊരു മൂവിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രൂ സ്റ്റോറിയാണ്. പക്ഷേ ടുവേഴ്സ് ദി എൻഡ് കുറച്ച് സിനിമാറ്റിക് ലിബർട്ടി യൂസ് ചെയ്തിട്ട് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഇതൊരു നല്ലൊരു മൂവിയാണ്, കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഗ്ലെൻ പവൽ, നമുക്ക് ഈ റീസെൻ്റ്ലി ആൾ നല്ല രസമായിട്ടുള്ള കുറേ മൂവീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ടോപ്പ് ഗൺ മാവറിക്കിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ ട്വിസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ നല്ല നല്ല മൂവീസിൽ അഭിനയിച്ച ഗ്ലെൻ പവലാണ് ഈ മൂവിയുടെ നായകൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഈ മൂവി കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. ഇത് സ്പോയിലർ അലേർട്ട്. അപ്പോൾ നമുക്ക് മൂവി സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ മെയിൻ കഥാപാത്രം ഗാരി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നമ്മൾ നായകൻ ചെയ്തിരിക്കുന്നത്. ആളിതൊരു കോളേജിലെ ഒരു പ്രൊഫസറാണ്. അത് സൈക്കോളജിയുടെ പ്രൊഫസറാണ്, പിന്നെ ഒരു ഫിലോസഫറാണ്. അതല്ലാതെ ആളുടെ പാർട്ട് ടൈം ജോബായിട്ട് പോലീസിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രിങ് ഓപ്പറേഷൻസ് നടത്തുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ രണ്ട് ജോബ് കൊണ്ടുകൊടുക്കേണ്ട, ഒന്ന് പ്രൊഫസറും ഒന്ന് സ്ട്രിങ് ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആ സമയത്താണ് ആളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാളുണ്ട്, ആളുടെ പേര് ജാസ്പർ. അപ്പോൾ ജാസ്പറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരൊക്കെ ഹിറ്റ്മാൻസിനെ ആവശ്യപ്പെട്ടിട്ട് അവർക്ക് ആരെങ്കിലും കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർ പോലീസുകാർ നോട്ട് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരാളെ കൊല്ലാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ ആൾ ഇങ്ങനെ ഹിറ്റ്മാൻ അന്വേഷിക്കും. അപ്പോൾ അത് സെർച്ച് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഈ പോലീസുകാർക്ക് മനസ്സിലാവും എന്തോ ഒരു ദുരുദ്ദേശം നടക്കാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ അവർ ഒരു ഫേക്ക് ഒരു ഹിറ്റ്മാനെ അവരുടെ അടുത്തേക്ക് അയച്ചിട്ട് മൈക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അവർ പൈസ കൊടുക്കണമെങ്കിൽ, ഹിറ്റ്മാനിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കണമെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. അങ്ങനത്തെ ഒരു ജോലിയാണ് ഉള്ളത്. അപ്പോൾ അത് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് ജാസ്പർ എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷെ ആൾ കുറച്ച് ഉടായ്പ് കളിച്ചൊന്ന് പോലീസുകാർക്ക് മനസ്സിലാവും. ആൾക്ക് സസ്പെൻഷൻ കിട്ടുന്നു. അപ്പോൾ ആ സ്ഥാനത്തേക്ക് നമ്മുടെ ഗാരിനെ ഇടാണ് ചെയ്യണത്. അപ്പോൾ അടുത്ത അസൈൻമെൻറ്റിൽ ഗാരിയാണ് ഒരു ഫേക്ക് ഹിറ്റ്മാനായിട്ട് ഒരാൾ പോയിട്ട് സംസാരിക്കാൻ പോകുന്നത്. എന്നിട്ട് ആൾ പോകുമ്പോൾ ആൾ മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. പോയിട്ട് അങ്ങനെ പലവരെയും ആൾ പിടിക്കുന്നുണ്ട്. കുറേ മൈക്സൊക്കെ വെച്ചിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും, ഹിറ്റ്മാനായിട്ട് സംസാരിക്കും. എന്നിട്ട് അവർ പറയും എൻ്റെ ഭാര്യയ്ക്ക് എന്നെ സംശയമുണ്ടെങ്കിൽ ഞാൻ ഭാര്യനെ തട്ടും, ഭർത്താവിനെ തട്ടും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറയും. ചിലർ തൻ്റെ റൈവലിനെ തട്ടാൻ വേണ്ടിയിട്ടൊക്കെ പറയും. അപ്പോൾ അവരിങ്ങനെ പൈസ ഓഫർ ചെയ്യുമ്പോഴത്തേക്ക് അവരെ പിടിക്കും പോലീസ്, എന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അവൻ നന്നായിട്ട് പെർഫോം ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ജാസ്പറിൻ്റെ സസ്പെൻഷനും കിട്ടും. ജാസ്പർ ആകെ നിരാശയായിട്ട് നടക്കുകയാണ്. ആ സ്ഥാനത്തേക്ക് ഗാരി ഇപ്പോൾ കയറി. ഗാരി ജാസ്പറിനേക്കാളും രസമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ആ ഇടയ്ക്കാണ് ഒരു പുതിയൊരു സസ്പെക്റ്റിനെ കിട്ടുന്നത്, മാഡിസൺ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഇതുപോലെ തന്നെ ഭർത്താവിനെ തട്ടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചാണ് ഇന്ന ഒരു ഹിറ്റ്മാനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫേക്ക് ഹിറ്റ്മാൻ അവിടേക്ക് ചെല്ലാൻ നമ്മുടെ ഗാരി അവിടെ ചെയ്യുന്നത്, അവിടെ പോയിട്ട് സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൺ എന്ന പേര് പറഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് ആ ആൾ മാഡിസൻ്റെ മുന്നിൽ വരുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗാരിക്ക് മാഡിസനെ കാണുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് സൈറ്റ് ലവ് ഒക്കെ തോന്നുകയാണ് ചെയ്യുന്നത്. ഒരു ഇഷ്ടം തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ പുള്ളിക്കാരിനെ കൺവിൻസ് ചെയ്യാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് ഉപേക്ഷിച്ച് പോയിക്കൂടെ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നിട്ട് അങ്ങനെ ഉപദേശിക്കും. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കൊല്ലാൻ നടക്കണം, വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് മാറി താമസിച്ച് മേക്ക് യുവർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉപദേശിക്കും. അപ്പോൾ ഇതൊക്കെ ഈ ഉപദേശം കേൾക്കുമ്പോൾ മാഡിസൺ ശരിയാണല്ലോ, എന്തിനാണ് ഞാൻ കൊല്ലാൻ നടക്കണേ. അപ്പോൾ ആൾ പറയും അന്ന് ഞാൻ കൊല്ലണില്ല, ഞാൻ വീട് വിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ രീതിയിൽ പുള്ളിക്കാരി പോകും. പിന്നെ കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ റോണിനെ, അതായത് നമ്മുടെ ഗാരിനെ ഈ മാഡിസൺ കാണും. എന്നിട്ട് പറയും നിങ്ങൾ തന്ന ഉപദേശം ഞാൻ സ്വീകരിച്ചു, ഞാനിപ്പോൾ അയാളെ ഉപേക്ഷിച്ച് ഞാൻ ഇപ്പോൾ സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, ഇപ്പോൾ ഭയങ്കര സമാധാനമാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് പതുക്കെ നമ്മുടെ ഗാരി റോണായിട്ടാണല്ലോ പുള്ളിക്കാരി എടുത്ത് പറഞ്ഞത്. ഇപ്പോൾ റോൺ പതുക്കെ പുള്ളിക്കാരിയായിട്ട് ഇഷ്ടമാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഒരുമിച്ച് താമസിക്കും. അവർ ചില രാത്രികളൊക്കെ ഒരുമിച്ചാണ് കിടക്കുന്നതും കാര്യങ്ങളൊക്കെ പതുക്കെ അവരുടെ ലൈഫ് ഇങ്ങനെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാഡിസൻ്റെ അടുത്ത് നമ്മുടെ ഗാരി റിവീൽ ചെയ്തിട്ടില്ല പുള്ളിക്കാരൻ്റെ ജോലി. ഇവർ ഒരുമിച്ച് നടക്കായിരുന്നു. നമ്മുടെ റോണും മാഡിസണും ഒരുമിച്ച് നടക്കുന്ന സമയത്ത് പുള്ളിക്കാരി പതുക്കെ ഇവൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങളൊക്കെ എങ്ങനെയാണ് ക്രൈം ചെയ്യണേ, എങ്ങനെയാണ് ഒരാളെ കൊല്ലണേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ റോൺ ഭയങ്കര ഷോ ഓഫായിട്ട് തോക്കൊക്കെ കാണിച്ചു കൊടുക്കും. പുള്ളിക്കാരി തോക്ക് കാണും. പിന്നെ എങ്ങനെയാണ് വെടിവെക്കുക എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരൻ ചുമ്മാ ആളുടെ പ്രിറ്റൻഡ് ചെയ്യും. അതായത് റോണായിട്ട് തന്നെ പറഞ്ഞിട്ട് പറയും വെടിവെക്കും, നെഞ്ചത്ത് തന്നെ വെടിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വെടിവെച്ച് കാണിച്ചു കൊടുക്കും. ഹാർട്ടിൻ്റെ അവിടെ തന്നെ വെടിവെച്ചാൽ പെട്ടെന്ന് ചാവും എന്നൊക്കെ രീതിയിലൊക്കെ പുള്ളിക്കാരിയുടെ അടുത്ത് പറയുന്നതൊക്കെ ഭയങ്കര ഷോ ഓഫ് കാണിക്കും. അതുതന്നെ പുള്ളിക്കാരിയുടെ മുന്നിൽ റോൺ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ടാണല്ലോ ആള് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പുള്ളിക്കാരിയും ഇങ്ങനെ എങ്ങനെയാണ് ഹിറ്റ്മാൻ വർക്ക് ചെയ്യണമെന്നൊക്കെ ചുമ്മാ പറയും. അപ്പോൾ ഇങ്ങനെയാണ് ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള ടീമൊക്കെ ഇട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയും. ഒരു ദിവസം മാഡിസണും റോണും കൂടിയിട്ട് ഒരു ബാറിലേക്ക് പോകുമായിരുന്നു. ബാറിൽ പോകുന്ന സമയത്ത് പുള്ളിക്കാരി എക്സ് ഹസ്ബൻഡിനെ കാണുമ്പോഴത്തേക്കും എക്സ് ഹസ്ബൻഡ് മാഡിസൻ്റെ അടുത്ത് ചൂടാവും. നീ ഇവൻ്റെ കൂടെ നടന്നിട്ടാണല്ലോ എന്നെ വിട്ടിട്ട് പോയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അവർ തമ്മിൽ ഒരു വഴക്കിൻ്റെ ലെവലെത്തുമ്പോഴത്തേക്കും നമ്മുടെ റോൺ, അതായത് ഗാരി
തോക്കെടുത്ത് ചൂണ്ടു. എക്സ് ഹസ്ബൻഡിൻ്റെ പേര് റേ എന്നാണ്. അപ്പോൾ റേയുടെ നേരെ ചൂണ്ടു. അപ്പോഴത്തേക്കും അവിടെ റേ പേടിച്ച് പതുക്കെ മാറും. അപ്പോൾ റേയുടെ കൂടെ ഒരാളുണ്ടായിരുന്നു, ഇതൊക്കെ എല്ലാം കാണും. അത് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ജാസ്പർ വരുന്നുണ്ട്. ജാസ്പർ നമ്മുടെ മാഡിസണിനെയും ഗാരിനെ ഒരുമിച്ചിരിക്കുന്നത് കാണും. അപ്പോൾ ജാസ്പറിന് നമ്മുടെ മാഡിസണിനെ അറിയാം, പുള്ളിക്കാരി ഒരു സസ്പെക്റ്റ് ആയിരുന്നല്ലോ, അത് ജാസ്പറിനെ അറിയാം. അപ്പോൾ അവരുടെ അടുത്തേക്ക് ജാസ്പർ വന്നിട്ട് ചോദിക്കും, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ രീതിയിൽ. അപ്പോൾ ജാസ്പർ ആ സമയത്ത് റിവീൽ ചെയ്യിപ്പിക്കില്ല, നമ്മുടെ റോൺ ഗാരിയാന്ന് പറഞ്ഞിട്ട് റിവീൽ ചെയ്യുന്നില്ല. ആളത് പിന്നീടത്തേക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ മനസ്സിൽ പാർക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ നമ്മുടെ ഗാരി പോലീസ് സ്റ്റേഷനിലേക്ക് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അറിയണേ മാഡിസൻ്റെ എക്സ് ഹസ്ബൻഡ്, അതായത് റേ വീഡിയോ കൊണ്ട് മരിച്ചു എന്ന്. അതും വെടി കൊണ്ടുവന്നത് ഹാർട്ടിലാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് മനസ്സിലാവും. അപ്പോഴത്തേക്ക് റോണിന്, അതായത് ഗാരിക്ക് ഒരു ഇത് ക്ലിക്കാവും, ഇത് മാഡിസൺ തന്നെയായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക, എന്നാൽ അവനാണ് പഠിപ്പിച്ചത് ഹാർട്ടിൽ വെടി വയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ പോലീസുകാരൊക്കെ പറയും, നീ അന്ന് പുള്ളിക്കാരിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചല്ലേ മർഡറിലേക്ക് എത്തിക്കാതെ എന്ന് പറഞ്ഞു. അതെ. അപ്പോൾ നിന്നെ ഇപ്പോഴും അറിയോ എന്ന് ചോദിക്കുമോ. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ വിളിച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെയാണ് നീ ഒന്നുകൂടി പോയി കണക്ട് ചെയ്യും, എന്നിട്ട് മനസ്സിലാക്കിയെടുക്ക്, പ്രൂഫ് കണ്ടുപിടിക്കുക, പുള്ളിക്കാരിയാണോ കൊന്നതെന്ന് പ്രൂഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ പറയും. അപ്പോൾ ഈ ഗാരി റോണായിട്ട് പിന്നെയും അവിടത്തേക്ക് ചെല്ലും. മൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണേ, പുള്ളിക്കാരിയുടെ വായന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി, മാഡിസൻ്റെ വായന്ന് കിട്ടുമെന്ന്, പുള്ളിക്കാരി കൊന്നതാണെന്ന രീതിയിൽ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഗാരി അവിടെ ഭയങ്കര തന്ത്രപരമായി മാഡിസൻ്റെ മുന്നിലേക്ക് പോവാണ്. എന്നിട്ട് മാഡിസൻ്റെ അടുത്തേക്ക് പറയും, പുള്ളിക്കാരിയുടെ നേരെ ഫോണിൽ ഇങ്ങനെ എഴുതി കാണിക്കും, പോലീസ് എൻ്റെ കൂടെ ഉണ്ട്, അപ്പോൾ ട്രൂത്ത് പറയാറുണ്ട, ഒന്നും അറിയാത്ത പോലെ ഇരുന്നാൽ മതി, ഹസ്ബൻഡിൻ്റെ കൊലയ്ക്ക് സസ്പെക്റ്റ് ആയിട്ട് നിങ്ങളെ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഒന്നും അറിയാത്ത പോലെ ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ മൊബൈൽ എഴുതി കാണിക്കും. പക്ഷേ ചോദിക്കുന്നത് ഫുള്ളും ഒരു സസ്പെൻഡ് അടുത്ത് ചോദിക്കുന്ന പോലെ നമ്മുടെ ഗാരി ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മാഡിസൺ മൊബൈലിൽ എഴുതിയിട്ട് ഇങ്ങനെ കാണും, എന്നിട്ട് മനസ്സിലാക്കും, എന്നിട്ട് അതിനനുസരിച്ച് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. മൈക്കിൽ കൂടെ കേൾക്കുമ്പോൾ, പോലീസുകാർ കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന തന്നെ മാഡിസൺ അല്ല ഇത് കൊന്നതെന്ന് മനസ്സിലാവും. അതേസമയം തന്നെ ഈ മരിച്ച റേ ആ സമയത്ത് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. മരിക്കുന്ന 2 ദിവസം മുമ്പ് ആളുടെ ലൈഫ് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് നോമിനി കിടക്കുന്നത് ഈ ഭാര്യയാണ്. അപ്പോൾ ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ പൈസ ഫുള്ളും ഈ ഭാര്യയ്ക്കാണ് കിട്ടുക. ഇത് നമ്മുടെ ജാസ്പർ അറിയും. ജാസ്പറിന് ഓൾറെഡി നമ്മുടെ ഗാരിയായിട്ട് ഉടക്കിലാണ്, പിന്നെ ഇനിയിപ്പോൾ ഈ പൈസയും കൂടി കിട്ടും. അങ്ങനെയൊക്കെ മനസ്സിലായപ്പോൾ ജാസ്പർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാഡിസൻ്റെ വീട്ടിലേക്ക് വരും. മാഡിസൻ്റെ വീട്ടിലേക്ക് ജാസ്പർ വരും, നമ്മുടെ ഗാരി അഥവാ റോൺ വരും. ആ സമയമായപ്പോഴത്തേക്കും മാഡിസണിനെല്ലാം മനസ്സിലാവും ഈ റോണും ഗാരിയൊക്കെ ഒന്നാണെന്നും, പുള്ളിക്കാരൻ ഒരു ഹിറ്റ്മാനൊന്നുമല്ല, ആളൊരു പ്രൊഫസറാണ്, സൈക്കോളജിസ്റ്റാണ്, ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും കൂടി റൂമിലെത്തുക. എന്നിട്ട് ജാസ്പർ ബ്ലാക്ക് മെയിൽ ചെയ്യും. മാഡിസൻ്റെ വീട്ടിലാണ് സംഭവം. മാഡിസനെ ബ്ലാക്ക് മെയിൽ ചെയ്യും. എന്നിട്ട് പറയും, നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് ചെറിയ എമൗണ്ട് എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാനിത് പോലീസിന് റിവീൽ ചെയ്യും, നിങ്ങളാണ് കൊന്നത്, പിന്നെ നമ്മുടെ ഗാരി റോൺ ആയിട്ട് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യും എന്നൊക്കെ പറയും. അതേസമയം തന്നെ ഇതിന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മാഡിസൺ എന്ത് ചെയ്യും, പുള്ളിക്കാരി ഒരു ജ്യൂസ് ജാസ്പറിന് ഓഫർ ചെയ്യുന്നുണ്ട്. അതിലൊരു മയക്കുമരുന്ന് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ആ മയക്കുമരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ജാസ്പർ തളർന്ന് വീണെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗാരി എന്ത് ചെയ്യും, ഒരു കവറെടുത്ത് തലക്കൂടെ മൂടിയിടും. ശ്വാസം മുട്ടി അയാൾ അവിടെ വെച്ച് മരിക്കുകയാണ്. എന്നിട്ട് ഇവർ 2 പേരും കൂടിയിട്ട് നമ്മുടെ ജാസ്പറിനെ ഡംപ് ചെയ്യണം ഒരു സ്ഥലത്ത്. ഡംപ് ചെയ്യുമ്പോൾ ആ ഡംപ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്ത പോലെയാണ് ഡംപ് ചെയ്യണം. അങ്ങനെ ജാസ്പറിൻ്റെ ചാപ്റ്റർ അവർ ക്ലോസ് ചെയ്യുന്നു. പിന്നെ കുറച്ച് 5-6 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ കാണിക്കുന്നത്, അതായത് നമ്മുടെ ഗാരിയും മാഡിസൺസും ഒന്ന് ചേർന്ന് അവർ കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആയിട്ട് ജീവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു രസകരമായ ഒരു കോമഡി രീതിയിലാണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസ് സ്റ്റോറി. ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാരക്ടർ, നമ്മുടെ ഗാരിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ട്രൂ സ്റ്റോറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫസർ അങ്ങനെ ഉണ്ടായിരുന്നു, അയാൾ ഇതുപോലെ ജോലി ചെയ്തിരുന്നു. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിൽ ഒരാളെ കൊല്ലുന്നതും കാര്യങ്ങളൊക്കെ അത് എനിക്ക് സിനിമാറ്റിക് ലിബർട്ടി എടുത്തിട്ട് അവർ ചേഞ്ച് ചെയ്തേക്കുന്നതാണ്. അത് ട്രൂ അല്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ട്രൂ ആണ്. ഇങ്ങനെ വിഷം മാറി ഓരോ ഹിറ്റ്മാൻ്റെ ഫേക്ക് ഹിറ്റ്മാനായിട്ട് ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ട് അയാളുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കി അവരെ പിടിച്ചുകൊണ്ട് വന്ന ആ ക്യാരക്ടർ, അങ്ങനെ ഒരു ശരിക്കും ഒരു ട്രൂ സ്റ്റോറി ഉണ്ട്. അത് കുറച്ച് അവസാനം മൂവി കണ്ട് കഴിയുമ്പോഴത്തേക്കും അയാൾ ശരിക്കും ഉണ്ടായിരുന്ന ആളുടെ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ മൂവിയുടെ എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് ഈ മൂവിയുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.